30 വർഷത്തിന് ശേഷം കൊല്ലം CPM സംസ്ഥാന സമ്മേളനത്തിന് വേദിയായി. സംസ്ഥാന സമ്മേളനം 4 ദിവസം നീണ്ട സംസ്ഥാന സമ്മേളനം പൂർത്തിയായതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദ്യങ്ങൾക്ക് വളരെ വിശദമായ മറുപടി അവിടെ പറയുകയും ചെയ്തു. 17 അംഗ സെക്രട്ടേറിയറ്റ്, 89 അംഗ സംസ്ഥാന സമിതിയിലെ പുതുമുഖങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ 3 പുതുമുഖങ്ങൾ, അക്കാര്യങ്ങളൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു. മാത്രമല്ല ഈ പറയുന്ന നയരേഖയിന്മേലുള്ള കേരളത്തിൽ മുന്നോട്ട് എന്തായാലും 3-ാം ഊഴം CPM ഉറപ്പിക്കുന്നു. ആ 3-ാം ഊഴത്തിൽ സർക്കാർ ഭരിക്കുമ്പോൾ ഏതിനൊക്കെ ആവണം പ്രയോറിറ്റി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. വലിയ ഒരു വികസനത്തിന്റെ പ്രതീക്ഷയാക്കും കേരളത്തെ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് വികസിത അല്ലെങ്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക് തുല്യമായ, അവർ ജീവിക്കുന്നത് തുല്യമായ ഒരു ക്ലൈമറ്റ്, ഒരു കാലാവസ്ഥ, എക്കോസിസ്റ്റം കേരളത്തിൽ ഉണ്ടാക്കും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയാണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ ആരും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് CPM-ന്റെ പ്രത്യയശാസ്ത്ര ധാരണകളെയും അതിന്റെ നയ ചട്ടക്കൂടും ഒക്കെ മറികടന്നുകൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ. കാരണം പണമാണ് വികസനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം. അത് സമാഹരിക്കാൻ വേണ്ടിയുള്ള പുതുവഴികളിലേക്ക് പാർട്ടി കടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് എം വി ഗോവിന്ദൻ നൽകിയത്. ഇതുവരെയുള്ള ഒരു ഇടത് സർക്കാർ നടക്കാത്ത വഴികൾ കൂടെയൊക്കെ നടക്കും എന്നാണ് ഒരു പക്ഷേ. അല്ലെങ്കിൽ ബംഗാളിനൊക്കെ ഒക്കെ മുകളിലോ ഈ പറയുന്ന സ്വകാര്യ മൂലധനത്തിന്റെ ആകർഷണം അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഈ നവകേരള രേഖ യാഥാർത്ഥ്യമാകാൻ പോകുക എന്ന് വരും ദിവസങ്ങൾ കണ്ടറിയേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ പ്രത്യയശാസ്ത്ര പിടിവാശിയില്ല, ശാഠ്യമില്ല എന്ന് ഈ ഭാഷയിലല്ലെങ്കിൽ കൂടിയും CPM സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിക്കുകയാണ്. അധികവിഭവ സമാഹരണത്തിൽ ഈ സെസ് ഏർപ്പെടുത്തൽ പോലെയുള്ള ചിന്തകൾ വളരെ സജീവമായുണ്ട്. പണക്കാരൻ്റെ കയ്യിൽ നിന്നും പണം ഈടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ സേവനങ്ങൾക്ക് പൈസ ഇല്ലാത്തവർക്ക്, കാശില്ലാത്തവർക്ക് സൗജന്യമായി നൽകുമ്പോൾ തന്നെ പണക്കാരൻ്റെ കയ്യിൽ നിന്നും അതിനുള്ള ആ സേവനത്തിന് സെസ് ഈടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ സജീവമായി നിൽക്കുമ്പോൾ ഒരുപക്ഷെ വരാൻ പോകുന്ന CPM-ന്റെ കേരളത്തിലെ മാത്രമല്ല രാജ്യത്തൊട്ടാകെയുള്ള CPM-ന്റെ വളരെ പ്രകടമായൊരു നയമാറ്റം ഈ കൊല്ലം ജില്ലാ സംസ്ഥാന സമ്മേളനം സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഉറപ്പായും പറയാം. ഓക്കെ, ആ സംസ്ഥാന സമ്മേളനം കഴിയുന്നു. അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ അരുൺ രാജിന്റെ റിപ്പോർട്ടിലേക്കാണ് നമുക്ക് കിടക്കാനുള്ളത്. 30 വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. സമ്മേളനം സമാപിക്കുമ്പോൾ ശക്തി പ്രകടനം ആയി മാറാൻ പോവുകയാണ്. ചെങ്കടലായോ കൊല്ലം എന്ന് നമുക്ക് നോക്കാം. അരുൺ രാജ് നമ്മളോടൊപ്പം ചേരുന്ന. അരുൺ രാജ്, CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുകയാണ്. ഒരു ശക്തി പ്രകടനത്തോടു കൂടിയായിരിക്കുമല്ലോ സമാപനം ഉണ്ടാകാൻ പോകുന്നത്. എത്രമാത്രം ഒരുക്കങ്ങളായിട്ടുണ്ട്, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ശക്തി പ്രകടനത്തോടെ കൊടിയിറക്കത്തിന് പോകുമ്പോൾ CPM-നെ സംബന്ധിച്ച് കൊല്ലം സമ്മേളനം അഭിമാനം കൂടിയായി മാറുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം വ്യക്തമാക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള ആശ്രമം ഗ്രൗണ്ടിലാണ്. ഈ ആശ്രമം ഗ്രൗണ്ടിൽ 2 ലക്ഷത്തിലധികം വരുന്ന CPIM-ന്റെ പ്രവർത്തകർ എത്തുമെന്നാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം അവകാശപ്പെടുന്നത്. എന്തായാലും വലിയ നേതൃനിര ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് CPM-ന്റെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. CPM-നെ സംബന്ധിച്ച് കേരളത്തിൽ കണ്ണൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ശക്തി കേന്ദ്രമുള്ള സ്ഥലമാണ് ഈ കൊല്ലം ജില്ല. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ സമ്മേളനം മഹാവിജയമാക്കുക എന്നത് CPM-ന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു. 30 വർഷത്തിന് ശേഷം എത്തുന്ന ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, ആ സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. സമാപനത്തിലേക്ക് പോവുകയാണ്. എവിടെ നിന്നാണ് വരുന്നത്? ചിത്ര, കൊല്ലം കടക്കൽ. എത്ര ഒരുപാട് പേരുണ്ടോ അവിടുന്ന്? നമ്മൾ 3 പേര് വണ്ടിയിൽ വന്നു. വരുന്നുണ്ട്. ജില്ലയില് സമ്മേളനം വന്നതിന്റെ ഒരു ആവേശമുണ്ടോ? തീർച്ചയായിട്ടും. എവിടുന്നാ? ചങ്ങനാശ്ശേരി വളരെ ആവേശത്തോടു കൂടിയാ വരുന്നത്. ഒറ്റയ്ക്കാണോ? അല്ല, വേറെ ആളുണ്ട്. ചങ്ങനാശ്ശേരി കൊട്ടാരക്കര. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ അടക്കം വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നവരുടെ എണ്ണം, അവരുടെ ജനബാഹുല്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോരുത്തരും ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. ചേട്ടാ, എവിടുന്നാ? തിരുവനന്തപുരം. ഒരു ആവേശമായി വരുന്നു. ആവേശമായിട്ട് വന്നത് ഇത് ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നതിന്റെ ആവേശമാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. കൊല്ലം എന്ന് പറയുന്നത് നേരത്തെ കണ്ണൂർ കഴിഞ്ഞാൽ എന്ന് പറയണ്ട, ഒരുപക്ഷെ കണ്ണൂരോടൊപ്പം തന്നെ ചുവന്ന മണ്ണാണ് കൊല്ലം. അരുണ, കണ്ണൂർ കഴിഞ്ഞാൽ എന്ന് പറയണ്ട, ഒരുപക്ഷെ കണ്ണൂരോടൊപ്പം തന്നെ ചുവന്ന മണ്ണാണ് കൊല്ലം. CPM മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. CPM ഉണ്ട്, അവിടെ CPI ഉണ്ട്, RSP തന്നെ 3-4 ബോൾഷെവിക്ക്, ലെനിനിസ്റ്റ്, RSP ഉണ്ട്, ദേവരാജന്റെ ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട്. പണ്ട് PB ചെറിയാന്റെ പാർട്ടി അവിടെയായിരുന്നു. പറഞ്ഞാൽ രാജ്യത്തുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അത്യാവശ്യം ആഴത്തിൽ വേരുള്ള, അത്യാവശ്യം പ്രവർത്തകരുള്ള ഒരു ചുവന്ന മണ്ണാണ് കൊല്ലം. അപ്പോൾ അവിടെ ആള് കുറയും എന്ന് CPM പേടിക്കേ വേണ്ട.
തീർച്ചയായും വിപ്ലവ മണ്ണാണ്. സ്വാഭാവികമായും കടക്കൽ വിപ്ലവവും ശൂരനാട് വിപ്ലവവും അടക്കം നടന്ന മണ്ണാണ്. ഇവിടേക്ക് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നിരവധി പോരാട്ടങ്ങൾ, ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ ഇടതുപക്ഷമുണ്ടോ, വേർപിരിഞ്ഞു പോയവരുണ്ടോ, കൂടിച്ചേവരുണ്ടോ, അവരെല്ലാം തന്നെ കൊല്ലത്തുണ്ട്. അത്തരം പാർട്ടികൾ കൂടിയുണ്ട്. അങ്ങനെ CPM-നെ സംബന്ധിച്ച് അടിത്തറയുള്ള താഴെത്തട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരുപാട് പ്രവർത്തകരുള്ള സ്ഥലമാണ് കൊല്ലം ജില്ല. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ സമ്മേളനം ഏവരും ഉറ്റുനോക്കുന്നതാണ്. CPM-നെ സംസ്ഥാനത്ത് തന്നെ ഉറ്റുനോക്കിയതാണ്. എവിടെ ചേച്ചി? ഹരിപ്പാട് എല്ലാവരും ഒരുമിച്ച് അല്ല, അഞ്ച് വന്നതാ. ആദ്യമായിട്ടാണോ സംസ്ഥാന സമ്മേളനം? സംസ്ഥാന സമ്മേളനത്തിന് ആദ്യമായിട്ട് വരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ എല്ലാവരും അതിന്റെ ആവേശത്തിലാണ്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 3:30-ന് 2 സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ റെഡ് വാളണ്ടിയർ മാർച്ച് ആരംഭിക്കും. അത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും അതുപോലെ തന്നെ കന്റോൺമെന്റ് നഗറിൽ നിന്നുമാണ് ഈ റെഡ് വാളണ്ടിയർ മാർച്ച് ആരംഭിക്കുന്നത്. തുറന്ന ജീപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, CPM-ന്റെ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് എന്നിവർ തുറന്ന ജീപ്പിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ആശ്രമ മൈതാനത്തേക്ക് എത്തും. ഇവിടെ 5:30-ന് പൊതുസമ്മേളനം ആരംഭിക്കുമെന്നുള്ളതാണ് CPM-ന്റെ നയവും അതുപോലെ തന്നെ നിലപാടും. അത് പ്രവർത്തകരോട് മുഖ്യമന്ത്രി നിലവിലത്തെ PB കോർഡിനേറ്ററും വിശദീകരിക്കുകയും ചെയ്യും. എന്തായാലും സംസ്ഥാന സെക്രട്ടറിക്ക് പറയാനുള്ളതും ഇന്ന് ഈ വേദിയിൽ പറയും. CPM-നെ സംബന്ധിച്ച ഒരു നയമാറ്റം കൂടിയുണ്ട്. അതിൽ പ്രവർത്തകരോട് CPM-ന് എന്താ പറയാനുള്ളത് എന്നുള്ളതും ഈ കൊല്ലം സമ്മേളനം സാക്ഷിയാവുകയാണ്. അതിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. GK ഹാഷ്മി. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ശക്തി പ്രകടനത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലായി മാറാൻ കൊല്ലം തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള വിപ്ലവ ഭൂമിയായ കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം അവിസ്മരണീയമായ ഒരു ചരിത്ര മുഹൂർത്തമാക്കി മാറ്റാൻ വേണ്ടി അണികൾ അണിനിരക്കാൻ പോവുകയാണ്. അതിന്റെ വിശദാംശങ്ങളായിരുന്നു അരുൺരാജ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.